ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ ചെയ്യുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. സന്തോഷകരമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെ ആഗ്രഹം. ചിലർ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ നമുക്ക് സന്തോഷകരമായ ഒരു ലൈഫ് നയിക്കാൻ കഴിയും? ചിലർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ചിലർക്ക് ഒരൊറ്റ പൈസ പോലും കയ്യിലില്ല, ചിലർക്ക് വലിയ കടബാധ്യതയാണ്. 3 പേരും ഈ 3 വിഷയത്തിൽ ദുഃഖിക്കുന്ന കൂട്ടരാണ്. പണമുള്ളവർ ദുഃഖിക്കുന്നത്, ഇത്ര വലിയ പ്രശ്നം എനിക്കെന്താ ഉണ്ടായേക്കുന്നത്. പണം ഇല്ലാത്തവർ ദുഃഖിക്കുന്ന, എനിക്കെന്താ പൈസ തരാത്തെ. കടമുള്ളവർ ചോദിക്കുന്ന, എന്റെ കടം എന്ന് മാറും. ഈ 3 കൂട്ടരോടും ദൈവത്തിനൊരു ഉത്തരവുണ്ട്. ഈ ദിവസങ്ങളിൽ നിനക്ക് സന്തോഷിക്കാനുള്ള വക കർത്താവ് തരാൻ പോവുകയാണ്. എന്തൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടും അല്പം പോലും സന്തോഷിക്കാൻ കഴിയാതെ നിരാശയുടെ അടിത്തട്ടിൽ പരാജയപ്പെട്ട് കിടക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുകയാണ്. 126 സങ്കീർത്തനത്തിലൊരു വാക്യമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നിരിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ വചനത്തിലെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുവാൻ സമയം അനുവദീനമല്ല. ദൈവത്തിന്റെ ജനം ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ടു പോയി. ഇനി അവർക്ക് അതിൽ നിന്ന് വിടുതലില്ല എന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് അവർക്കുണ്ടായി. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്തോത്രം, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. എന്താണ് ഇന്ന് ഈ വചനം കേൾക്കുന്നതിനുള്ള ദൈവത്തിന്റെ സന്ദേശം? ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ ചെയ്യുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. നീ നിന്റെ മനസ്സിനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാവോ? ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ, നാളത്തെ ഒരു ദിവസം കഴിയുമ്പോൾ, ഈ വചനം കേട്ട് അല്പം ചില ദിവസത്തിനകത്ത് യഹോവ നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ഒരു കാഴ്ച നീ കാണാൻ പോകുകയാണ്. ഇങ്ങനെയും ദൈവം ചെയ്യുമോ? നിന്റെ രക്തബന്ധങ്ങൾ ചോദിക്കുക, ഇത് ദൈവം ചെയ്തതാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കത്തക്ക രീതിയിൽ നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന. ആ വൻകാര്യം നിന്റെ കുടുംബത്തിൽ ചെയ്തു കഴിയുമ്പോൾ നീ സന്തോഷിക്കാനായിട്ട് തുടങ്ങും. നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവത്തിൽ നിന്ന് ഉടനെ ഉണ്ട്. ഇപ്പോഴുള്ള ഈ അന്തരീക്ഷമെല്ലാം ഉടനെ മാറും. ഞാൻ ആ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. നമുക്കൊന്നിച്ച് പറയാം, കർത്താവേ എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യണമേ. കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിൽ വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യണം. ഹല്ലേലൂയ. ഇവർക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവ നിനക്ക് വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.